കുറച്ച് കഴിഞ്ഞിട്ട് പോകാം കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ യാത്രകളൊക്കെ മാറ്റി വെക്കും പല സ്ഥലങ്ങളിലേക്കും ഉള്ളത്. അതിപ്പം നമ്മൾ പലവട്ടം പോയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ പോകാൻ തോന്നും. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു, ആൾ കയറി, ആൾ നിറഞ്ഞു. എല്ലാവരും കൂടെ പെട്ടെന്നുള്ള പ്ലാനിങ്ങും പെട്ടെന്നുള്ള യാത്രയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ നമ്മൾ നേരെ മൂന്നാർ എത്തിയിട്ടുണ്ട്. ഏകദേശം മൂന്നാറിൻ്റെ ടൗണിൻ്റെ അടുത്തൊക്കെ എത്തി. നമ്മളവിടെ നിർത്തി. നമ്മൾ നേരം വെളുത്തപ്പോൾ ഉള്ളൊരു കാഴ്ചയാണ്. അപ്പം സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതിന് മുമ്പ് ജസ്റ്റ് മുമ്പുള്ളൊരു കാഴ്ചയാണ്. അപ്പം നല്ല മഞ്ഞ് മൂടിയൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഈ കാണുന്ന മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ ഗേസ്. നിറയെ തേയില തോട്ടങ്ങൾ, പിന്നെ അതേപോലെ അങ്ങ് കാണുന്നത് ബിൽഡിങ്ങുകൾ. അത് മൂന്നാറിലെ ഏതോ വലിയ ഹോട്ടൽസൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇനിയും നമ്മൾ ചെല്ലുന്ന മൂന്നാർ ടൗണിലേക്കാണ് ചെല്ലുന്നത്. ആ മൂന്നാർ ടൗണിൽ നിന്ന് നമുക്ക് വട്ടവടയ്ക്കാണ് പോകാനുള്ളത്. അപ്പം ഇന്ന് നമ്മൾ മൂന്നാർ ടൗണിലുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ മൂന്നാറിൻ്റെ പല ഭാഗങ്ങളും ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ ഇച്ചിരി ഹൈ റേഞ്ചിലോട്ട് കയറി ചെന്നപ്പോഴത്തേന് നമുക്ക് ലിങ്ക് റോഡിൽ ചെന്നപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ലതായിട്ട് മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ. നല്ല മഞ്ഞ് മൂടി കിടക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് മഞ്ഞും കുറച്ച് തണുപ്പൊക്കെ കൊണ്ട് ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചേട്ടൻ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടന് നാണം വന്നു. ചേട്ടൻ വീണ്ടും അകത്തോട്ട് കയറിപ്പോയി. അടുത്ത ചേട്ടൻ അവിടെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ ഇറങ്ങി വരാനുള്ളൊരു നാണം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാസ് കാണിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. അന്നപ്പോൾ നാട്ടാ വേറൊരുത്തൻ ഫ്രെയിമിൽ കയറി അതങ്ങ് നശിപ്പിച്ചു. പിന്നെ അവിടെ വണ്ടി ഇട്ട് കുറച്ച് വോക്കലൊക്കെ അടിച്ച് കുറച്ച് സൗണ്ട് പാട്ട് ഒക്കെ ഇട്ട് തകർക്കുവാണ് കേട്ടോ. അതിനിടെ കുറച്ച് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പം പിന്നെ നമ്മളിട്ടേക്കുന്ന പാട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിനകത്ത് വീഡിയോസിനകത്ത് ഇടാൻ പറ്റത്തില്ലല്ലോ. നമുക്കത് പ്രശ്നമാകുന്നതുകൊണ്ട് നമ്മൾ ആ പാട്ടുകളൊന്നും ഇടാതെ നമ്മൾ വോയിസ് ഓവർ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ മഞ്ഞിനിടയിൽ കൂടെ വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അവിടെ ഡാൻസ് കളിക്കുന്ന ചില ആൾക്കാർ, അങ്ങനെ പലതര വികൃതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഫുഡ് കഴിച്ചേക്കാന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. അപ്പം കുറേ സഞ്ചാരികൾ ഇതിനകത്ത് കൂടുതലായിട്ടും ഉള്ളത് എടുത്തു പറയാനുള്ളത് നമ്മുടെ കേരള ആൾക്കാരൊക്കെ കൂടുതൽ കർണാടക, തമിഴ്നാട് അങ്ങനെയൊക്കെ പുറത്തോട്ടുള്ള UP അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ കൂടുതലും നിൽക്കുന്നത് കേട്ടോ. നമുക്ക് വെച്ചാൽ ഇവിടെ വണ്ടി കിടക്കുന്നതെല്ലാം അങ്ങനെയുള്ള രജിസ്ട്രേഷൻ വണ്ടികളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും തേയിലത്തോട്ടത്തിനകത്തും അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇവിടെ പിന്നെ കുതിര സവാരി, പിന്നെ കുറേ കച്ചവടക്കാർ, അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് നമ്മൾ പിന്നെ ഇതൊക്കെ സ്ഥിരം കാണുന്നതുകൊണ്ട് നമ്മൾക്ക് വലിയ അപൂർവതയൊന്നും തോന്നാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും വണ്ടി നിർത്താതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് വരുന്ന വഴിക്കാണ് നമ്മളിവിടെ ഒരു നദിയായിരുന്നു, എന്താണെന്നതില്ല, പണ്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, വലിയ തടാകമായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അതെല്ലാം വറ്റി വരണ്ട് കിടക്കുന്നു. അതിനകത്ത് കുഞ്ഞരുവി പോലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേന് വണ്ടി അവിടെ നിർത്തി. പിന്നെ ആരെയും കാണുന്നില്ല, എല്ലാവരും ചാടി ഇറങ്ങി ഈ വെള്ളത്തിനകത്ത്. അവിടെ ചിലർ പല്ല് തേപ്പും കുളിയും വരെ നടത്തുന്നുണ്ട്. അങ്ങനെ പല കാഴ്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെരുപ്പ് കഴുകുന്നു. ഈ സാറാണെങ്കിൽ ബീഡിയുടെ കവറിങ്ങനെ പൊക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് ബീഡി വലിക്കുന്നവനെതിരെ അവൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നപ്പോഴാണ് ബീഡിയുടെ കവറ് കണ്ടത്. ബീഡിയുടെ കവറിനകത്തൊന്നും ഇല്ല എന്ന് കാണിച്ച് നമ്മളെ പ്രൂവ് ചെയ്യുകയാണ് സാറ് ബീഡി വലിക്കത്തില്ല എന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ വേറെ സാർ അവിടെ നിന്ന് പാട്ട് പാടുന്നു ആ വെള്ളത്തിനകത്ത് നിന്ന്. എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ പല വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും പിന്നെ അതിനകത്തോട് ഇച്ചിരി നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ നല്ല സുഖമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല കാലൊക്കെ കഴുകി. പിന്നെ ഒറ്റ പേടിയുള്ളായിരുന്നു, മറ്റേ ബ്ലഡ് കുടിക്കുന്ന അട്ടയില്ലേ, ആ സാധനം ഉണ്ടോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാലെ പിടിച്ചില്ല, വേറെ പലരുടെയും കാലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടുന്ന് യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വട്ടവടയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഹിൽ സ്റ്റേഷനിലൊക്കെ ഒന്ന് കയറിയിട്ട് പോകാം എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ടോപ്പ് പോയിൻറ്റിലോട്ട് ഉള്ള യാത്രയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ
റോഡിൽ കാണുന്ന പല പല വ്യത്യസ്തങ്ങളായ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ പകർത്തി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ചില വണ്ടി ചേട്ടന്മാർ തമിഴ്നാട്ടുകാരും ഉണ്ട്, കേരളക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. അവരുടെയൊക്കെ കലാപരിപാടികളും ഒക്കെ കണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ, ഇവിടെ കൂടുതലും കച്ചവടം നടത്തുന്ന മുഴുവൻ തമിഴ്നാട് ആൾക്കാരാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ ടൂറിസ്റ്റുകൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, പ്രകോപനങ്ങളുണ്ടാവുമോ എന്നൊക്കെയുള്ള ഉൾഭയങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ നാടല്ലേ, അപ്പം ഇങ്ങനെ മാറി തിരിഞ്ഞൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. ചില ചേട്ടന്മാർ ഇതുപോലെ ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും. ഇനി നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിൽ സ്റ്റേഷൻ പിടിക്കുക എന്നുള്ളതാണ്. മറ്റേ സൂയിസൈഡ് പോയിൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ടോപ്പ് ഉള്ള മൂന്നാറിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. അപ്പം നമുക്ക് പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചൊക്കെ അങ്ങ് പോവുക. കുന്നും മലയും കാടും മലയോരങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പല പല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് നമുക്കെന്തെങ്കിൽ ഇച്ചിരി ചായയോ കാപ്പിയോ എല്ലാം കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി നിർത്തി. അവിടെയും ഇതേ അവസ്ഥ തന്നെ, നമുക്ക് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ വേറൊരു ചേട്ടൻ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അവരും ഇതേ അവസ്ഥ തന്നെ, ചായ കുടി വല്ലതൊക്കെ കഴിക്കുക. ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ഞ്, മഴ, അതുപോലെ ചായകുടി, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. എവിടെയെങ്കിലും ട്രിപ്പോ ഓട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പയ്യനെ വിളിച്ചാൽ മതി. പയ്യൻ ഫുൾ ടൈം ഫ്രീ ആയിരിക്കും. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പയ്യനെ വിളിച്ചാൽ മതി. പയ്യൻ എവിടെ വേണേലും ഓട്ടം വരുന്നതായിരിക്കും. വണ്ടി കിടിലം വണ്ടിയാണ്, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് യാത്ര തിരിച്ചപ്പോഴത്തേന് കിടിലം മഴ, നല്ല മഞ്ഞും നല്ല കിടിലം മഴയുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വൃത്തികെട്ട അവസ്ഥയാണോ അതോ നല്ല അവസ്ഥയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മഴ ചില സമയത്ത് നമുക്ക് ഒരു വല്ലാത്ത കഷ്ടപ്പാടൊക്കെ തന്നിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഹിൽ സ്റ്റേഷനിൽ ഏകദേശം ഹിൽ സ്റ്റേഷൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ആനവണ്ടി കിടന്ന് വൻ പരിപാടികൾ നടത്തുന്നു. ചേട്ടൻ പറന്നൊക്കെയാണ് പോകുന്നത് കേട്ടോ. പിന്നെ KSRTCക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ പുള്ളി പറന്നു പോകുന്നുണ്ട്. നമ്മൾ പുള്ളിയുടെ പുറകെ ഓവർടേക്കൊന്നും ചെയ്യാതെ മര്യാദയ്ക്ക് വേണം നമ്മളും പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഹിൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഹിൽ സ്റ്റേഷനിൽ വെച്ച് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് വണ്ടി നമുക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് ആണ് നടന്നു പോകുന്നത്. പിന്നെ ഏതെങ്കിലും കുട്ടികളെയൊക്കെ സഹായിക്കണോ എന്ന് ചോദിച്ചാണ് ഈ ചേട്ടന്മാർ രണ്ടും ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് അതിലെ വന്നാലും ബോയ്സിനെ അല്ല ഗേൾസിനെ മാത്രമേ സഹായിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ സഹായിക്കാൻ മനസ്സോടുകൂടി ഇവർ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴെ ചെന്ന് കഴിഞ്ഞാലാണ് ഇവിടുന്ന് ഒരു കുന്ന് കയറി അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് താഴോട്ടിറങ്ങാൻ വേണ്ടിയിട്ട് പാസ്സൊക്കെ വേണം കേട്ടോ. പാസ്സൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് താഴേക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അവർ കയറ്റി വിടത്തില്ല. പിന്നെ അവിടെ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനുള്ള നല്ല കിടിലൻ സ്ഥലമൊക്കെയാണ് എന്ന് പറയാം കേട്ടോ. പിന്നെ അവിടെ നിന്ന് താഴോട്ടിറങ്ങാൻ നേരത്ത് ഇവർ പാസ് എടുക്കുന്ന ആ ഒരു എമൗണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ വർത്തായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും പാസ്സൊക്കെ എടുക്കാം, കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് തിരിച്ചു പോയേക്കല്ലേ. അങ്ങനെ നമ്മൾ നേരെ വട്ടവട വന്നു. നമ്മുടെ സ്റ്റേ ഉള്ള സ്ഥലമാണിത്. അപ്പം ഇവിടെ വന്നിട്ട് വട്ടവട ടൗണാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 2 റൂമുണ്ട്. അതുകൂടാതെ ഇവിടെ കുറച്ച് ടെൻറ്റും 3-4 ടെൻറ്റും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അവർ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം പരിപാടിയൊക്കെ കഴിഞ്ഞ് കയറി കിടന്നുറങ്ങിയൊക്കെയാണെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ടുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ടെൻ്റൊക്കെ തുറന്ന് വെളിയിലോട്ടിറങ്ങുമ്പം തന്നെ പ്രത്യേകിച്ച് ഉറക്കമൊന്നും ഇല്ലാത്തവന്മാരൊക്കെ വെളിയിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെളിയിലിറങ്ങി. വെളിയിൽ നിന്ന് നേരെ നോക്കുമ്പം അത്യാവശ്യം കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഈ മഴ രാത്രിയിലൊക്കെ നല്ല സെറ്റപ്പായിട്ട് പെയ്യുന്നതുകൊണ്ട് ഉറങ്ങാനൊക്കെ നല്ല കിടിലം ഇതായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയണ്ടേ, നമ്മൾ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറയത്തില്ലേ, ആ സെറ്റപ്പിലേക്ക് മാറിയായിരുന്നു. അങ്ങനെ വെളിയിലിറങ്ങി നോക്കുമ്പോൾ താഴെ സൂര്യകാന്തിയൊക്കെ ഈ മറ്റേ മഞ്ഞൊക്കെ വീണിട്ട് നല്ല കിടിലൻ ലുക്കിൽ നിൽപ്പുണ്ട്. അങ്ങനെ കുറച്ച് സൂര്യകാന്തിയൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ള സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ടെൻറ്റ് കേട്ടോ. അപ്പം ബാക്കിലുള്ള സ്ഥലങ്ങളും നല്ല ഫുള്ളി മലനിരകളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കിടിലം വിഷ്വൽസൊക്കെയാണ്. അങ്ങനെ സൂര്യകാന്തിയെ നമുക്കൊന്ന് സ്നേഹിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെളിയിലോട്ടിറങ്ങി
സൂര്യകാന്തി നമുക്ക് അടുത്ത് കാണാം കേട്ടോ. അങ്ങനെ സൂര്യകാന്തി കണ്ടോ, സൂര്യകാന്തിക്കകത്തൊരു ഈച്ച ഇരിപ്പുണ്ടേ. ആ ഈച്ചയൊക്കെ കണ്ട്, ഈച്ചയും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കണ്ടോ. തേനീച്ചയാണെന്നാണ് എൻ്റെ നിഗമനം. തേനൊക്കെ രാവിലെ തന്നെ ഊറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചില സൂര്യകാന്തി പൂവൊക്കെ ഇങ്ങനെ തളർന്ന് താഴോട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അത് നമ്മുടെ എന്തോ കൃഷിയാണ് കേട്ടോ, ഒരു കൃഷിയിടമാണ് അത്. എനിക്ക് തോന്നുന്നത് നമുക്ക് ക്യാബേജിൻ്റെ കൃഷിയായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കൃഷിയിടവും അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പം നമ്മൾ വട്ടവട കറങ്ങാനുള്ള ലക്ഷ്യത്താൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത വീഡിയോയിൽ വട്ടവട ഫുള്ള് കറങ്ങുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.